Hi friends, it's me Priya Hariprasad. Welcome to the world of economics and welcome to my channel. Hope that you all are doing good. ഇന്നത്തെ സെഷനിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകം പോളിസി. വാട്ട് ഈസ് ഇൻകം പോളിസി? ഇപ്പോൾ ഡിഗ്രി ആൻഡ് പി ജി ലെവൽ സ്റ്റുഡൻസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് തന്നെയായിരിക്കും. ട്രൈ ടു വാച്ച് ഇറ്റ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. ഓക്കെ ദെൻ കം ലെറ്റ്സ് ലേൺ together. Let's begin the class. What is income policy? It is actually a part of stabilization policy. Income policy എന്ന് പറയുന്നത് stabilization പോളിസിയുടെ ഒരു പാർട്ടാണ്. അതായത് ഇപ്പോൾ സ്റ്റെബിലൈസേഷൻ പോളിസി എന്ന് പറയുന്നത് ഗവൺമെൻറ് ഫോർമുലേറ്റ് ചെയ്യുന്ന പോളിസിയാണ് സ്റ്റെബിലൈസേഷൻ പോളിസി. എക്കോണമിയെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഫോർമുലേറ്റ് ചെയ്യുകയും ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന പോളിസിയാണ് സ്റ്റെബിലൈസേഷൻ പോളിസി അല്ലേ. സ്റ്റെബിലൈസേഷൻ എന്ന വാക്കിൽ തന്നെ നമുക്കറിയാം എക്കോണമിയെ സ്റ്റേബിൾ ആക്കി നിർത്തുക എന്ന് വെച്ചാൽ ഒരു ഇൻഫ്ലേഷണറി പ്രഷറും അതേപോലെ തന്നെ ഡിഫ്ലേഷണറി പ്രഷറും ഇത് രണ്ടിൽ നിന്നും മോചിപ്പിച്ച് ഇൻ ബിറ്റ്വീൻ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ലേ, ഒരു ഇടയിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ലേ, ആ ഒരു പൊസിഷനിൽ എക്കോണമിയെ നിർത്താനായിട്ട് ഗവൺമെൻറ് ഫോർമുലേറ്റ് ചെയ്യുന്ന പോളിസീസും സജഷൻസും ആണ് സ്റ്റെബിലൈസേഷൻ പോളിസി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഇൻകം പോളിസി എന്ന് പറയുന്നത്. അപ്പം മിക്ക സ്റ്റുഡൻസിനും ഡൗട്ടും അതുപോലെ തന്നെ കുറച്ച് ടഫായിട്ടും തോന്നുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൽ വളരെ ഈസി ആയിട്ട് അതൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പം ഒരു ഇൻകം പോളിസി എന്ന് പറഞ്ഞാൽ ഇതൊരു കളക്റ്റീവ് ഗവൺമെൻറ്റൽ എഫേർട്ടാണ്. അതാണ് അപ്പോൾ അതിനെല്ലാം കൂടിയാണ് നമ്മൾ ഇൻകം പോളിസി എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ കുറേ എഫേർട്സ് ഉണ്ട് അല്ലേ. എന്തിനുള്ള എഫേർട്സ് ആണ്? ടു കൺട്രോൾ ദ ഇൻകംസ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. അതായത് എക്കോണമിയിലുള്ള എല്ലാ ലേബേഴ്സിൻ്റെയും അല്ലെങ്കിൽ ക്യാപിറ്റലിൻ്റെയും ഇൻകം കൺട്രോൾ ചെയ്യുക എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, വേജ് കൺട്രോൾ ചെയ്യുക, പ്രൈസ് കൺട്രോൾ ചെയ്യുക. മനസ്സിലായില്ലേ? അതാണ്. അപ്പോൾ വേജ് പ്രൈസ് തുടങ്ങിയ കാര്യങ്ങൾ അത് ഒരു എന്താ പറയുക ഒരു ലിമിറ്റ് വേണം അല്ലേ. അത് ഇൻക്രീസ് ചെയ്യുന്നത് അതൊരു ലിമിറ്റ് വേണം. അപ്പോൾ ആ ഒരു ലിമിറ്റിലേക്ക് കൊണ്ടുവരിക, അതിനെ കൺട്രോൾ ചെയ്യുക. അതിന് ഗവൺമെൻറ് എടുക്കുന്ന കുറേ എഫേർട്സ് ഉണ്ടല്ലോ, അതിനെ കളക്റ്റീവ്ലി ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻകം പോളിസി എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം അല്ലേ. അപ്പോൾ ഇൻകം പോളിസി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആക്ച്വലി കളക്റ്റീവ് ഗവൺമെൻറ് എഫേർട്ടാണ് ടു what is to control the incomes of labor and capital അല്ലേ. ഇൻകംസ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ കൺട്രോൾ ചെയ്യുക. അതേപോലെ തന്നെ അത് സാധാരണ ലേബറുടെ ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വേജ്, പിന്നെ ക്യാപിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്കോണമിയിൽ പറയുന്നത് പ്രൈസ് അല്ലേ. അപ്പോൾ പ്രൈസും വേജും കൺട്രോൾ ചെയ്യുക, അത് ഇൻക്രീസ് ചെയ്യുന്നതിനെ ലിമിറ്റ് ചെയ്യുക, അതിന് ഗവൺമെൻറ് എടുക്കുന്ന കളക്റ്റീവ് ആയിട്ടുള്ള എഫേർട്ടിനെ നമുക്ക് ഇൻകം പോളിസി എന്ന് പറയാം അല്ലേ. അതുകൂടാതെ കൺട്രോൾ ഓഫ് ഇൻഫ്ലേഷനും കൂടെ എന്തിനകത്ത് ഇൻക്ലൂഡഡ് ആണ്? ഇൻകം പോളിസിയിൽ ഇൻക്ലൂഡഡ് ആണ്. കാരണം ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കണ്ടിന്യൂസ് റൈസിങ് എന്താ പറയുക പ്രൈസാണ് അല്ലേ. കണ്ടിന്യൂയിങ് ഇൻക്രീസ് ഇൻ പ്രൈസാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പം പ്രൈസിൻ്റെ കാര്യവും കൂടെ എന്തിനകത്ത് വരുന്നുണ്ട്? ഇൻഫ്ലേഷനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്ന അതും എന്തിനകത്ത് ഇൻക്ലൂഡഡ് ആണ്? നമ്മൾ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യില്ലേ ഗവൺമെൻറ്, പണപ്പെരുപ്പം കൺട്രോൾ ചെയ്യില്ലേ, അതും കൂടെ എന്തിനകത്ത് ഇൻക്ലൂഡഡ് ആണ്? ഇൻകം പോളിസിയിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ. പിന്നെ അതുകൂടാതെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം അമംഗ് വർക്കേഴ്സ്, ഇൻഡസ്ട്രീസ്, ലൊക്കേഷൻസ് ഓർ ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ്. ഇൻകത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുമല്ലോ, നമ്മുടെ കൺട്രിയിലുള്ള ഇൻകത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അമംഗ് വർക്കേഴ്സ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രീസ്, ലൊക്കേഷൻസ്, ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ്, ഇവർക്കിടയിലൊക്കെ ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ലേ. അപ്പോൾ അതിനുള്ള എഫേർട്ട് ഉണ്ടാവില്ല, അതിനും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുമുള്ള എഫേർട്ട് ഉണ്ടാവില്ലേ, അതും എന്തിനകത്ത് ഇൻക്ലൂഡഡ് ആണ്? ഇൻകം പോളിസിക്കകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇൻകം പോളിസി എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഗവൺമെൻറ് കൺട്രിയിൽ വേജും പ്രൈസും ലിമിറ്റ് ചെയ്യുന്നതാണ്, കൺട്രോൾ ചെയ്യുന്നു അല്ലേ. വേജും പ്രൈസും കൺട്രോൾ ചെയ്യാൻ ഗവൺമെൻറ് എന്തൊക്കെ എഫേർട്ട് എടുക്കുന്നോ, എന്തെല്ലാമാണോ സജസ്റ്റ് ചെയ്യുന്നത്, അതെല്ലാം ഇൻകം പോളിസിക്കകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതുകൂടാതെ കൺട്രോൾ ഓഫ് ഇൻഫ്ലേഷൻ വരും. പ്ലസ് ഒരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞു, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം അമംഗ് വർക്കേഴ്സ്, ഇൻഡസ്ട്രീസ്, ലൊക്കേഷൻസ് ഓർ ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ് അല്ലേ. വർക്കേഴ്സിനിടയിലും ഇൻഡസ്ട്രീസിനിടയിലും ലൊക്കേഷൻസിലും ഒക്കെ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവില്ലേ. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒരു എന്താ പറയുക ഗവൺമെൻറ് ഒരു മീഡിയം ലെവലിൽ അല്ലേ ആ ഡിസ്ട്രിബ്യൂഷൻ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ലെവലിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഗവൺമെൻറ് എഫേർട്ട് എടുക്കും. അപ്പോൾ അതും എന്തിൻ്റെ പാർട്ട് ഓഫ് ഇൻകം പോളിസി ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ പൊതുവായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ വേജും പ്രൈസും ലിമിറ്റ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് കുറേ എഫേർട്സ് എടുക്കാറുണ്ട് അല്ലേ. വേജും പ്രൈസും കൺട്രോൾ ചെയ്യാം. ഓക്കെ. അത് ഒരു അബ്നോർമൽ ആയിട്ടുള്ള രീതിയിൽ കൂടാതെയും കുറയാതെയൊക്കെ ഇരിക്കാൻ ഗവൺമെൻറ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷന് വേണ്ടി ഗവൺമെൻറ് കുറേ എഫേർട്സ് എടുക്കാറുണ്ട്. അതിനെല്ലാം കൂടെ കളക്റ്റീവ്ലി നമുക്ക് എന്തെന്ന് പറയാം? ഇൻകം പോളിസി എന്ന് പറയാം. സിമ്പിളാണ് അല്ലേ. ഓക്കെ. അതുകൂടാതെ
നമുക്കറിയാം എക്കണോമിക്സിൽ ഇൻകം പോളിസി എന്ന് പറയുന്ന സമയത്ത് വേഗം നമുക്ക് ഓർമ്മ വരണം വേജ് കൺട്രോൾ പ്രൈസ് കൺട്രോൾ കേട്ടോ, വേജ് കൺട്രോൾ പ്രൈസ് കൺട്രോൾ, പിന്നെ ഇൻഫ്ലേഷൻ ഉണ്ട് അവിടെ. ഇനി എന്താണ്, യൂഷ്വലി സീക്കിംഗ് ടു എസ്റ്റാബ്ലിഷ് വേജസ് ആൻഡ് പ്രൈസസ് ബിലോ ഫ്രീ മാർക്കറ്റ് ലെവൽ. അപ്പോൾ വേജസും പ്രൈസും ഫ്രീ മാർക്കറ്റ് ലെവലിൻ്റെ ബിലോ ആക്കി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഗവൺമെൻറ് ശ്രമിക്കും. അതിനുള്ള എഫേർട്ടും എന്താണെന്ന് നമുക്ക് പറയാം, ഇൻകം പോളിസി എന്ന് പറയാം. ഫ്രീ മാർക്കറ്റ് ലെവൽ എന്ന് പറയുന്ന സമയത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസ് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു പ്രൈസും വേജും നമുക്ക് മാർക്കറ്റിലുണ്ട്. ലേബർ മാർക്കറ്റിലാണെങ്കിലും അതെ ഗുഡ്സ് മാർക്കറ്റിലുമാണ് അല്ലേ, ഉണ്ട്. ഡിമാൻഡും സപ്ലൈയും, ഇപ്പോൾ ലേബർ മാർക്കറ്റിലാണെങ്കിൽ ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും, ഗുഡ്സ് മാർക്കറ്റിലാണെങ്കിൽ ഡിമാൻഡ് ഫോർ കമ്മോഡിറ്റീസും സപ്ലൈ ഓഫ് കമ്മോഡിറ്റീസും, ആ ഒരു ഇൻ്റർസെക്ഷനിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നുണ്ട്. അതാണ് ഫ്രീ മാർക്കറ്റ് ലെവൽ എന്ന് പറയാം. അപ്പോൾ അതിനേക്കാളും താഴെ ലെവലിൽ പ്രൈസും വേജും കൺട്രോൾ ചെയ്യാനായിട്ട് ഗവൺമെൻറ് ശ്രമിക്കാറുണ്ട്. അത് അങ്ങനെ ഒരു കൺട്രോളാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുമുള്ള എഫേർട്ടാണ് എന്തെന്ന് പറയുന്നത്, ഇൻകം പോളിസി എന്ന് പറയുന്നത്. ശരിയല്ലേ? ഓക്കെ ദെൻ. അപ്പം നമ്മൾ പറഞ്ഞു ഇൻകം പോളിസി എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ദ ഇക്കണോമിക് സ്റ്റെബിലൈസേഷൻ പോളിസിയാണ്. എക്കോണമിയെ സ്റ്റേബിളായിട്ട് നിലനിർത്താൻ അല്ലേ, ഇൻഫ്ലേഷണറി പ്രഷറിൽ നിന്നും രക്ഷിക്കണം, അതേപോലെ തന്നെ ഡിഫ്ലേഷണറി പ്രഷറിൽ നിന്നും രക്ഷിക്കണം അല്ലേ എക്കോണമിയെ. അതായത് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പണപ്പെരുപ്പം, ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പണച്ചുരുക്കം, അത് റെസഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും അല്ലേ. അപ്പം ഇത് രണ്ടിലേക്കും എക്കോണമിയെ മുന്നോട്ട് നയിക്കാതെ ഒരു ഇൻ ബിറ്റ്വീൻ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ലെവലിൽ കൊണ്ടുപോകാനുള്ള പോളിസിയാണ് സ്റ്റെബിലൈസേഷൻ പോളിസി. ആ സ്റ്റെബിലൈസേഷൻ പോളിസിയുടെ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ ഇൻകം പോളിസി എന്ന് പറയുന്നത്. ഇനി ഇൻകം പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് ചോദിച്ചാൽ എന്താണ്, ഇൻഫ്ലുവൻസ് കീ ഇക്കണോമിക് വേരിയബിൾസ്. കീ ഇക്കണോമിക് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈസ് ലെവലും എംപ്ലോയ്മെൻറ്റും. എംപ്ലോയ്മെൻറ്റ് എന്ന് ഇവിടെ കേൾക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഓർമ്മ വെക്കണം, അതെന്താണ്, എന്ത് റിലേറ്റഡ് ആണ്, വേജ് റിലേറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കീ എക്കണോമിക് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ വേജ് ആൻഡ് പ്രൈസ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും കേട്ടോ. അപ്പം ഒബ്ജക്റ്റീവ്സ് എന്താണ്, എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യുക, പിടിച്ചു നിർത്തുക, ഇവിടെ അതാണ് അർത്ഥം കേട്ടോ. അപ്പോൾ എന്തിനെയാണ്, ഏതൊക്കെ വേരിയബിൾസിനെയാണ്, കീ എക്കണോമിക് വേരിയബിൾസ്. ഏതൊക്കെയാണ് ഇവിടെ കീ എക്കണോമിക് വേരിയബിൾസ് എന്ന് പറയുന്നത്, പ്രൈസ് ലെവലും എംപ്ലോയ്മെൻറ്റും, ഈ രണ്ട് കാര്യങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യുക, അതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പം മെയിനായിട്ട് അത് തന്നെയാണ്, കോമൺ ആയിട്ട് കേട്ടോ. മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഓക്കെ, ദെൻ ഇൻകം പോളിസി ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ ആവറേജ് പ്രൈസ് ലെവൽ. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, ഒബ്ജക്റ്റീവ്സിൽ വേറൊരു കാര്യം കൂടെ നമുക്ക് ആഡ് ചെയ്യാം. എന്താണ്, ആവറേജ് പ്രൈസ് ലെവൽ റെഡ്യൂസ് ചെയ്യുക അല്ലേ. അത് എന്തിലൂടെയാണ്, വേജ് ഫ്രീസ്, സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ്സ്, വോളണ്ടറി ലിമിറ്റ്സ്. അപ്പോൾ ആവറേജ് പ്രൈസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, വേജ് ഫ്രീസ് ചെയ്യാം. വേജ് ഒന്ന് ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ, വേജ് കൂടാതിരിക്കുവാണെങ്കിൽ പ്രൈസ് ലെവൽ കുറയില്ലേ, സാധനങ്ങൾ അല്ലേ. അതായത് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സിന് കഴിയുകയും, വേജ് കുറയുമ്പോഴേ. അപ്പം അല്ലെങ്കിൽ വേജ് മുകളിലേക്ക് ഉയരാതിരിക്കുക, ഫ്രീസ് ചെയ്ത് അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറയ്ക്കാൻ പറ്റില്ല, ലേബർ യൂണിയൻസ്, ട്രേഡ് യൂണിയൻസിൻ്റെ ഇടപെടൽ കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവറേജ് പ്രൈസ് ലെവൽ കുറയ്ക്കാൻ വേണ്ടി വേജ് ഫ്രീസ് ചെയ്യുക, കൂടാതിരിക്കാൻ നോക്കുക. അതുകൂടെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ്സ്, ഗവൺമെൻറ് തന്നെ കുറേ ലിമിറ്റ് വയ്ക്കും, ഇത്ര എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാം. അതുകൂടാതെ വോളണ്ടറി ലിമിറ്റ്സ്, സ്വമേധയാ ഈ പ്രൈസ് ലെവൽ, ആവറേജ് പ്രൈസ് ലെവൽ കുറയ്ക്കാനുള്ള പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്തുനിന്നോ സെല്ലേഴ്സിൻ്റെ ഭാഗത്തുനിന്നോ ഉള്ള വോളണ്ടറി ലിമിറ്റ്സ് കേട്ടോ. അപ്പോൾ ഈ 3 കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ഇൻകം പോളിസി മെയിനായിട്ട് ഒന്നാമത്തെ പറഞ്ഞ് നമ്മൾ കീ എക്കണോമിക് വേരിയബിൾസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക, പ്രൈസ് ലെവലും എംപ്ലോയ്മെൻറ്റും. എംപ്ലോയ്മെൻറ്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരണം, വേജ് റേറ്റ് ആണ്. അതുകൂടാതെ അടുത്തത് ആവറേജ് പ്രൈസ് ലെവൽ റെഡ്യൂസ് ചെയ്യുക, അതിനുവേണ്ടി ചെയ്യുന്നത് വേജ് ഫ്രീസും സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ്സും വോളണ്ടറി ലിമിറ്റ്സും, ഈ 3 കാര്യങ്ങൾ ചെയ്യുക അല്ലേ. ഓക്കെ, പിന്നെ അതർ ഇൻസ്ട്രുമെൻറ്റ്സ് എന്തൊക്കെയാണ് ഇൻകം പോളിസിയിൽ, നമ്മൾ ഏതൊക്കെയാണ് ഇൻസ്ട്രുമെൻറ്റ്സ്, വേറെ ഇൻസ്ട്രുമെൻറ്റ്സ്. മെയിനായിട്ട് വേജും പ്രൈസും കൺട്രോൾ ചെയ്യുകയാണ് കേട്ടോ. വേജ് കൺട്രോൾ, പ്രൈസ് കൺട്രോൾ തന്നെയാണ് മെയിനായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻകം പോളിസിയിൽ. നമ്മൾ മോണിറ്ററി പോളിസിയിലൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് പഠിച്ചിട്ടുണ്ട്, അതുപോലെ ഇൻകം പോളിസിയിൽ മെയിൻ ഇൻസ്ട്രുമെൻറ്റ് വേജ് കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ പ്രൈസ് കൺട്രോൾ ചെയ്യുക, ഇത് തന്നെയാണ് റെഗുലേഷൻ. ഓക്കെ, ഇനി മിനിമം വേജ് റേറ്റ് സെറ്റിംഗ്, ഒരു മിനിമം വേജ് റേറ്റ് സെറ്റ് ചെയ്യുക, അതിനേക്കാളും കൂടുതൽ വേജ് പാടില്ല അല്ലേ, കൂടാൻ പാടില്ല എന്ന് ഉറപ്പ് വരുത്തുക, അതാണ് മിനിമം വേജ് റേറ്റ് സെറ്റിംഗ് എന്ന് പറയുന്നത്. അതുകൂടാതെ റെഗുലേഷൻ ഓഫ് വേജസ് ഇൻ ദ പബ്ലിക് സെക്ടറിലും ഗവൺമെൻറ് ഇടപെട്ട് തന്നെ ഗവൺമെൻറ് സ്പെൻഡിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വേജ് റെഗുലേറ്റ് ചെയ്യുക അല്ലേ.
അബ്നോർമലായിട്ട് കൂടാതെ നോക്കുക, അത്രേ ഉള്ളൂ, ശരിയല്ലേ? അപ്പം റെഗുലേഷൻ ഓഫ് വേജസ് ഇൻ ദ പബ്ലിക് സെക്ടർ. ഓക്കെ, ദെൻ റെഗുലേഷൻ ഓഫ് പ്രൈസസ് ഫോർ സർട്ടൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. റെഗുലേഷൻ ഓഫ് പ്രൈസസ് ഫോർ സർട്ടൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. ചില ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസ് എന്ത് ചെയ്യുക? റെഗുലേറ്റ് ചെയ്യുക, അല്ലേ? ചില ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസ് ഒന്ന് ഗവൺമെൻറ് ഇടപെട്ട് റെഗുലേറ്റ് ചെയ്യാൻ കഴിയും. ഇതിനേക്കാളും കൂടുതൽ അതിന് ഒരു ലിമിറ്റ് പ്രൈസ് ഫിക്സ് ചെയ്ത് അതിനേക്കാളും കൂടുതൽ വിൽക്കാൻ പാടില്ല എന്നൊക്കെ ചില ഗുഡ്സിൻ്റെ കേസിൽ ഗവൺമെൻറ് ഇടപെട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം ഇൻകം പോളിസിയുടെ മെയിൻ ഇൻസ്ട്രുമെൻറ്റ് പ്രൈസ് കൺട്രോൾ, പിന്നെ ഇൻഫ്ലേഷൻ കൺട്രോൾ നമുക്ക് പറയാം, അല്ലെങ്കിൽ വേജ് കൺട്രോൾ എന്ന് പറയാം. മിനിമം വേജ് റേറ്റ് ഫിക്സ് ചെയ്യുക, അടുത്തത് അതുപോലെ തന്നെ റെഗുലേഷൻ ഓഫ് വേജസ് ഇൻ ദ പബ്ലിക് സെക്ടർ, പിന്നെ റെഗുലേഷൻ ഓഫ് പ്രൈസസ് ഫോർ സർട്ടൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. കറക്റ്റ് അല്ലേ? ഇതൊക്കെയാണ് ഇൻകം പോളിസിയുടെ ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ എക്കോണമി സ്റ്റേബിൾ, അതായത് ഇൻകം പ്രൈസ് ലെവൽ, ഇപ്പോൾ ലേബേഴ്സിൻ്റെ ഇൻകം പ്രൈസ് ലെവൽ അല്ലെങ്കിൽ വേജ് റേറ്റ്, ലേബേഴ്സിൻ്റെ ഇൻകം അത് തന്നെയാണല്ലോ. അപ്പോൾ വേജ് പ്രൈസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള എഫേർട്ടിനെ നമ്മൾ കളക്റ്റീവ്ലി ഇൻകം പോളിസി എന്ന് പറയും. അത് ഏതൊക്കെ രീതിയിൽ ചെയ്യുമെന്നും അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നും വളരെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം നമ്മളിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇഫ് ദർ ഈസ് എനി കൺഫ്യൂഷൻ പ്ലീസ് ട്രൈ ടു റിപ്പീറ്റ് ദ വീഡിയോ 2-3 ടൈംസ്. 2-3 പ്രാവശ്യം ഒന്ന് കേൾക്കുക. എന്നിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ, യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. യുവർ സപ്പോർട്ട് ഈസ് മൈ സ്ട്രെങ്ത്. ഇതേപോലെ വീണ്ടും അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് കാണാം. താങ്ക് യു, താങ്ക്സ് അ ലോട്ട്, ടേക്ക് കെയർ, ബൈ.